ഹലോ! അപ്പൊ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ കൂട്ടുകാരെ, നമ്മുടെ കരുണ നമ്മുടെ മഹാലക്ഷ്മിയിട്ട് ആകപ്പാടെ വട്ട് കളിപ്പിക്കുവാട്ടോ. നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ നമ്മുടെ കണ്ണനിങ്ങനെ മരുന്നെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കരുണ വന്നിട്ട് പറയുന്നുണ്ട്, "ഓ! ഒരു പ്രാവശ്യം ഈ മരുന്ന് കൊടുത്തിട്ടല്ലേടി ഇവിടെയൊക്കെ മൊത്തം ഛർദ്ദിച്ച് ഈ വീട് വൃത്തികേടാക്കിയത്" എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാത്തൊരു വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, "ഈ വീട് വൃത്തികേടാക്കുന്നെങ്കിൽ തന്നെ അത് വൃത്തിയാക്കാൻ എനിക്കറിയാം. നീയല്ലല്ലോ ഈ വീട് വൃത്തിയാക്കുന്നേ" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചും പറയുന്നുണ്ടേ. ശേഷം അവിടെ നമ്മുടെ കരുണയുടെ ഇതൊന്നും പോരാന്ന് തോന്നുമ്പോൾ കരുണ നൈസായിട്ട് മാറുന്നുണ്ട്. ശേഷം നമ്മുടെ മഹാലക്ഷ്മി മരുന്നൊക്കെ നമ്മുടെ കണ്ണന് കൊണ്ടോയി കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും മഹാലക്ഷ്മി തരുന്നതല്ലേ എന്നോർത്ത് നമ്മുടെ കണ്ണൻ ആ മരുന്ന് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകുവാട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, "ഞാനിന്ന് ഓഫീസിലേക്കില്ല. ഇന്ന് ലേഖയുടെ കൂടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എനിക്ക്" എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ ലേഖനം കിട്ടിയപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാല് ഒരു കൂട്ടായല്ലോ. തന്നെ അറിയുന്ന ഒരാള്, തന്നെ സ്നേഹിക്കുന്ന ഒരാള് തന്റെ കൂടെ ഇപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായി നമ്മുടെ മഹാലക്ഷ്മിക്ക്. പിന്നീട് നമ്മുടെ കണ്ണൻ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ സാഗർ അവിടെ കണ്ണനെ കാണാൻ വരികയാണ്. എന്തിന്? നമ്മുടെ മഹാലക്ഷ്മിക്കെതിരെ ഒരു കള്ളക്കഥ പുറപ്പെടുവിക്കാൻ. സാഗർ വന്നിട്ട് പറയുന്നുണ്ട്, സാറിനൊരു വിഷമം വരുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ മാഡം എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഞാൻ ചെന്നതിന് ശേഷം മാഡം എന്നോട് കുറച്ച് മോശം രീതിയിലാണ് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട്. മോശം രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ അനിയത്തി ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ മുതൽ എനിക്കും ഒരു മനസ്സിനുള്ളിൽ ഒരു വല്ലാത്തൊരു ആഗ്രഹം, എനിക്കും ഒരു അമ്മയാകണമെന്ന്. അത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് സാധിക്കൊന്നുമില്ല. അപ്പൊ സാഗറിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സാഗറിന്റെ ആ ഒരു ചേച്ചിയിലേക്ക് കേൾക്കുമ്പോൾ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നടാ എന്നൊക്കെ നമ്മുടെ സാഗറിനോട് നമ്മുടെ മഹാലക്ഷ്മി പറയുകയാണ്. എന്നിട്ട് മഹാലക്ഷ്മി ആ ഒരു മോശം പ്രവൃത്തിയിലോട്ട് പോകാൻ വേണ്ടി ഏർപ്പെടാൻ വേണ്ടി ചെല്ലുന്നത് പോലെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് നമ്മുടെ സാഗറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ സാഗർ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, "ഏയ്, മാഡത്തിന്റെ ഉള്ളിലിരിപ്പൊന്നും എന്നിൽ നടപടിയാവില്ല. സാറിന് എനിക്ക് അത്രയ്ക്കും ജീവനാണ്. സാറിനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗർ അവിടെ ഭയങ്കര പുണ്യാളം ചമയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കഥയാണ് നമ്മുടെ സാഗർ നമ്മുടെ കണ്ണനോട് പറയുന്നത്. അതായത് മഹാലക്ഷ്മി തന്റെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളൊരു കഥ. അപ്പൊ ഈ കഥ കേൾക്കുന്നത് നമ്മുടെ കണ്ണൻ ആകപ്പാടെ കലി പൂണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, "ഇത് ഞാൻ എങ്ങനെയും സോൾവ് ആക്കിക്കോളാം. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ സാഗർ ഇക്കാര്യം ആരോടും പറയരുത്" എന്ന് പറയുന്നുണ്ട്. ഇനിത്തെ നമ്മുടെ കണ്ണന്റെ പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. മഹാലക്ഷ്മിയെ ഭയങ്കര വിശ്വാസമാണ്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്ന ആള് ഇനി നമ്മുടെ മഹാലക്ഷ്മിയെ അവിശ്വസിക്കുകയാണെങ്കിൽ അവിടെ കഥ ഭയങ്കര ഫ്ലോപ്പായി പോകും. മറിച്ച് നമ്മുടെ മഹാലക്ഷ്മിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി നമ്മുടെ സാഗറിനിട്ടൊരു 8ന്റെ പണി കൊടുക്കുകയാണെങ്കിൽ കഥ ഇച്ചിരിയുടെ ഗംഭീരമാകും. അല്ലെ പ്രേക്ഷകരെ? നിങ്ങൾക്ക് എങ്ങനെ വരണമെന്നാ നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.